നമസ്കാരം. ടൈം ട്രാവൽ എന്ന ആശയം എക്കാലത്തും മനുഷ്യൻ്റെ ഭാവനയെയും ശാസ്ത്ര ലോകത്തെയും ഒരുപോലെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. H.G. വെൽസ് മുതൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ ഈ വിഷയത്തിൽ സംഭാവനകൾ നൽകിയിട്ടുമുണ്ട്. എന്നാൽ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ശാസ്ത്രത്തിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നല്ലാതെ ഒരു സാധാരണ മനുഷ്യൻ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു ടൈം മെഷീൻ നിർമ്മിക്കാൻ ശ്രമിച്ചതിൻ്റെ കഥയാണ് അമേരിക്കക്കാരനായ മൈക്ക് മാഡ്മാൻ മാർക്കം എന്ന വ്യക്തിയുടേത്. മൈക്ക് മാർക്കമിൻ്റെ പേരിനൊപ്പം ചേർന്ന് പോയ മാഡ്മാൻ എന്ന വിളിപ്പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ അസാധാരണ സ്വഭാവം സൂചിപ്പിക്കുന്നു. അമേരിക്കയിലെ മിസോറി സംസ്ഥാനത്തുള്ള ഒരു സാധാരണ വീട്ടിലിരുന്ന് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൻ്റെ പ്രാഥമിക അറിവുകൾ മാത്രം കൈമുതലാക്കി അദ്ദേഹം ടൈം മെഷീൻ നിർമ്മാണം ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഭൂതകാലത്തേക്കോ ഭാവിയിലേക്കോ മനുഷ്യനെ എത്തിക്കുക എന്നതിലുപരി സമയത്തിൻ്റെ ഒഴുക്കിനെ മാറ്റാൻ കഴിയുന്ന ഒരു യന്ത്രം നിർമ്മിക്കുക എന്നതായിരുന്നു. മാർക്കം തൻ്റെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്ത പ്രധാന ഘടകം മാർക്സ് ജനറേറ്ററായിരുന്നു. ഇത് വളരെ ഉയർന്ന വോൾട്ടേജും കുറഞ്ഞ കറൻറ്റും ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഉപകരണമാണ്. വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ സൃഷ്ടിച്ച് സമയത്തെ വികലമാക്കാനോ മാറ്റം വരുത്താനോ സാധിക്കും എന്ന ധാരണയിലാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പലപ്പോഴും പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തകരാറിലാവുകയും വലിയ ശബ്ദത്തോടെ വൈദ്യുത വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. 1995 നടന്ന ഒരു സംഭവം മാർക്കമിൻ്റെ ജീവിതത്തിൽ നിർണായകമായി. അയൽവാസിയുടെ വീട്ടിലെ മീറ്റർ ബോക്സിൽ നിന്ന് വൈദ്യുതി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ കേസ് ചാർജ് ചെയ്യപ്പെട്ടതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അപകടകരമായ പരീക്ഷണങ്ങളെ തടയാനുള്ള അധികൃതരുടെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ലാബ് പരിശോധിച്ചപ്പോൾ വലിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ചെമ്പ് കമ്പികളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വിചിത്രമായ യന്ത്രം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മാർക്കമിൻ്റെ കഥയിലെ ഏറ്റവും നിഗൂഢമായ ഭാഗമെന്നത് അയാളുടെ അറസ്റ്റിന് ശേഷം പുറത്തു വന്ന വാദങ്ങളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ സമയയാത്രയിൽ വിജയിച്ചോ എന്ന ചോദ്യമാണ് ഈ വാദങ്ങൾ ഉയർത്തിയത്. ഒരു പഴയ റേഡിയോ റിസീവറുമായി ബന്ധിപ്പിച്ച ടൈം മെഷീൻ പ്രോട്ടോടൈപ്പ് ഉപയോഗിച്ച് അദ്ദേഹം സമയം മാറ്റുവാൻ ശ്രമിച്ചതായും ആ ശ്രമത്തിനിടയിൽ 1930കളിൽ നിലവിലുണ്ടായിരുന്ന ഒരു നാണയം ഉപകരണത്തിനുള്ളിൽ വയ്ക്കുകയും അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. ഈ നാണയം ഭാവിയിലേക്ക് പോയി എന്നതായിരുന്നു മാർക്കമിൻ്റെ അനുമാനം. ഈ വാദങ്ങൾക്കപ്പുറം താൻ യഥാർത്ഥത്തിൽ 1943ലേക്ക് ഒരു ചെറിയ വസ്തുവിനെ വിജയകരമായി അയച്ചു എന്നും പിന്നീട് അത് തിരികെ ലഭിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇത്തരം അവകാശവാദങ്ങളെ ശാസ്ത്ര സമൂഹം തള്ളിക്കളഞ്ഞുവെങ്കിലും സാധാരണ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി. മൈക്ക് മാർക്കമിൻ്റെ പരീക്ഷണങ്ങൾ തീർത്തും പാരാസയൻസ് അഥവാ വ്യാജശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ സൗരയൂഥത്തിലെ സമയം, ഗുരുത്വാകർഷണം, വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ ആകർഷിച്ചു. അതിസങ്കീർണമായ ലാബുകളും വലിയ ഫണ്ടിങ്ങുകളും ആവശ്യമുള്ള ടൈം ട്രാവലിംഗ് പോലെയുള്ള വിഷയത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ഇടപെടൽ ശാസ്ത്ര വിഷയങ്ങളിലുള്ള പൊതുജനങ്ങളുടെ താല്പര്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. അറസ്റ്റിന് ശേഷവും പലതവണ ജയിലിൽ പോവുകയും പുറത്തു വരികയും ചെയ്ത മാർക്കം തൻ്റെ ടൈം മെഷീൻ എന്ന സ്വപ്നം ഉപേക്ഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രധാന പ്രസ്താവനകളിൽ ഒന്ന് 1997 തൻ്റെ മെഷീൻ ഏതാണ്ട് തയ്യാറായി എന്നും അത് ഉപയോഗിച്ച് ഭാവിയിലേക്ക് പോകുമെന്നുമായിരുന്നു. പിന്നീട് ഒരു തുമ്പും കൂടാതെ അയാൾ അപ്രത്യക്ഷനാവുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഓഹിയോയിലാണ് മാർക്കം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഐഡിയ ഇല്ലാതെ, ഓർമ്മയില്ലാതെ, ജീവിതത്തിൽ 2 വർഷത്തെ ഇടവേള അറിയാതെ 1999 താൻ ഒരു വയലിൽ ഉറക്കമുണർന്നത് എന്നും തൻ്റെ ടൈം മെഷീൻ പ്രവർത്തിച്ചുമെന്നാണ് അതെന്ന് അയാൾ പറഞ്ഞിരുന്നത്. പിന്നീട് മാർക്കത്തെക്കുറിച്ച് വാർത്തകളൊന്നും പുറത്തു വന്നില്ല. മൈക്ക് മാഡ്മാൻ മാർക്കം എന്ന വ്യക്തിയുടെ കഥ ഒരു ശാസ്ത്രീയമായ നേട്ടമായി കണക്കാക്കാനാവില്ല. എന്നിരുന്നാലും മാഡ് സയൻറ്റിസ്റ്റ് എന്ന ഐതിഹ്യം പോലെ സ്വന്തം വീട്ടുമുറ്റത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നിനെ തൻ്റെ വിചിത്രമായ ഉപകരണങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ കഥയായി ഇന്നും ഇത് നിലനിൽക്കുന്നു. ശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിക്കുവാൻ സാധാരണ മനുഷ്യർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ മനുഷ്യൻ്റെ ജിജ്ഞാസയുടെയും ഭാവനയുടെയും ശക്തിയെയാണ് അടയാളപ്പെടുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.